എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ട്രിവാൻഡ്രം ബേസ്ഡ് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സുസുക്കി TVSൻ്റെ ഐക്കോണിക് എഞ്ചിനായ സുസുക്കി ഷാവലിൻ 5 സ്പീഡിൻ്റെ ഒരു എൻജിൻ ഡിസ്മാൻഡലിങ്ങുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ പുതിയതായിട്ട് നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫുള്ള് റീസ്റ്റോറേഷൻ എന്തായാലും കാണും. അപ്പോൾ കുറേ റീസ്റ്റോറേഷൻ പെൻഡിങ് ആണ്. ഓരോന്നിനായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻജിനെ ഒന്ന് ഊരിയെടുക്കാം. അപ്പോൾ സിലിണ്ടർ ഹെഡിനെ ഞാൻ പല ഷോട്ടുകളിലായിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ സിലിണ്ടർ ഹെഡ് കഴിഞ്ഞാൽ അടുത്തത് അറിയാമല്ലോ സിലിണ്ടറാണെന്ന്. സിലിണ്ടറിനകത്ത് പിസ്റ്റണൊന്നുമില്ല. നമ്മളിത് ഏതോ ഒരു വീട്ടിൻ്റെ ചായ്പിൽ കിടന്ന എൻജിനാണ് പൊക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ തന്നെ വണ്ടിയുടെ കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇതുപോലെ പൊളിഞ്ഞ വണ്ടികളാണ് എടുക്കാറ്. അതിനുശേഷം അതിനെ റീസ്റ്റോർ ചെയ്ത് അതിൻ്റെ നല്ലൊരു കണ്ടീഷനിലേക്ക് എത്തിക്കാറാണ് പതിവ്. ഇനി നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡ് കവർ ഇളക്കിയെടുക്കാം. റൈറ്റ് സൈഡ് കവറിന് സ്ക്രൂകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഊരിയെടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് കവർ ഇപ്പം ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 പാർട്ടുകളായി. ഇനി അടുത്ത് നമുക്ക് ഈ റൈറ്റ് സൈഡ് എൻജിൻ, അതായത് ക്ലച്ച് സൈഡിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഓരോന്നായിട്ട് ഊരിയെടുക്കാം. സംഭവം മൊത്തം കണ്ടില്ലേ, തുരുമ്പെടുത്ത് അവസ്ഥയിലിരിക്കുന്ന സംഭവമാണ്. എൻജിനകത്ത് എൻജിൻ ഓയിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലച്ച് പ്ലേറ്റ്സിൻ്റെ പ്രഷർ പ്ലേറ്റും കണ്ടോ, എൻജിൻ മൗണ്ടിങ്ങിൽ വേട്ടാവളിയൻ വന്ന് കൂടുവെച്ചു. വാസ്പെന്ന് പറയും. അത്രയും കണ്ടീഷൻ, വളരെ ശോകമായിട്ടൊരു എൻജിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ പാർട്സുകൾ ഊരിയെടുക്കാം. മാഗ്നറ്റിൻ്റെ നട്ട്, എനിക്ക് നട്ടും ബോൾട്ടും കൂടെ തിരിഞ്ഞു പോകും കേട്ടോ. അതിനുശേഷം മാഗ്നറ്റിനെ ഊരിയെടുത്തു. സന്തോഷമായിട്ടുള്ള വാർത്തയെന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് കോയിൽ ആൾറെഡി പൊട്ടി നമ്മുടെ മാഗ്നറ്റിനകത്ത് ഒട്ടിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കോയിൽ അസംബ്ലി. കണ്ടോ, സോഴ്സ് കോയിൽ ഇതിനകത്ത് ഒട്ടിപ്പോയി. TVS സീരീസിന്, കവാസാക്കി സീരീസിന് ഒക്കെ ഈ സോഴ്സ് കോയിൽ തന്നെയാണ് അതിൻ്റെ പിക്കപ്പ് കോയിലായിട്ടും വരുന്നത്. ഇതാണ് നമ്മുടെ മാഗ്നറ്റ് കൺസീൽഡ് ആയിട്ടുള്ളൊരു ടൈപ്പാണ് കേട്ടോ, സീൽഡ് ടൈപ്പാണ്. ഇനി നമുക്ക് നമ്മുടെ കോയിൽ അസംബ്ലിനെ ഊരിയെടുക്കാം. കോയിൽ പ്ലേറ്റിൽ മൊത്തം 3 സ്ക്രൂകളാണുള്ളത്. 3 എണ്ണവും ഇതാണ്, കണ്ടില്ലേ, ഇതാണ് ആ 3 സ്ക്രൂകൾ. ഇനി കോയിൽ അസംബ്ലിയൊക്കെ ഈസി ആയിട്ട് തന്നെ ഊരി വരും കേട്ടോ, വലിയ പാടൊന്നുമില്ല. ഇതാണ് നമ്മുടെ കോയിൽ പ്ലേറ്റ് അസംബ്ലി. ഇതിനെ ഇനി സോൾഡറിങ് ഒക്കെ ചെയ്ത് നമ്മുടെ പിക്കപ്പ് കോയിലിനെ ഒട്ടിച്ചൊക്കെ വെക്കേണ്ടി വരും. അടുത്തതിലേക്ക് പോവാം. അതാണ് ക്ലച്ചിൽ മൊത്തവും കൂടെ 6 പിന്നുകളുണ്ട്. 6 പിന്നുകളിൽ 6 സ്പ്രിങ്ങുകളിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ വലിച്ചൂരിയെടുക്കാം. ഇത് വളരെ ഈസിയാണ്, വളരെ പാടുള്ള പണിയൊന്നുമല്ല. പക്ഷേ ഊരിയെടുക്കുമ്പോൾ കണ്ണിൽ വന്ന് അടിക്കാതെ നോക്കിക്കൊള്ളാം. ഇനി പ്രഷർ പ്ലേറ്റ്, ഇതാണ് നമ്മുടെ പ്രഷർ പ്ലേറ്റ് കേട്ടോ. അതും കഴിഞ്ഞു. ഊരുന്നതെല്ലാം മാറ്റി ഞാൻ വെക്കുന്നുണ്ട്. എല്ലാം തിരിഞ്ഞു പോകും. ഇനി നമുക്ക് നമ്മുടെ ക്ലച്ച് പാക്ക് എന്ന് പറയുന്നത് സ്റ്റീൽ പ്ലേറ്റും ഫ്രിക്ഷൻ പ്ലേറ്റും കൂടെ ഉള്ള ക്ലച്ച് പാക്കാണ്. അപ്പോൾ ക്ലച്ച് പാക്കിനെ വെച്ചു. ഇനി നമ്മുടെ പുഷ് റോഡ്, ക്ലച്ചിൻ്റെ പുഷ് റോഡാണ്. ഓക്കെ. ഇനി ക്ലച്ചിൻ്റെ സെൻറ്റർ നട്ട്. ഇത് നമ്മൾ 21ൻ്റെ ബോക്സ് ഇട്ടാണ് ഊരിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് ഊരുന്നവർക്ക് അറിയാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്ലച്ച് സെൻറ്റർ ഊരിയെടുത്തു. ക്ലച്ച് സെൻറ്ററിലൊന്നും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ക്ലച്ച് സെൻറ്റർ പിറകിലൊരു വാഷറുണ്ട്. ഈ വാഷർ മിസ്സാവാതെ നോക്കിക്കൊള്ളണം. ഓക്കെ. ഇനി നമ്മുടെ ക്ലച്ച് കംപ്ലീറ്റ് ഹബ്ബിനെയും ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലച്ച് ഹബ്ബും ഇവിടെയായി. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ഗിയർ സൈഡിലേക്ക് പോവാം. ഗിയർ സൈഡിൽ കണ്ട ഇതാണ് നമ്മുടെ മെക്കാനിസം. അതിൽ കിടന്ന് ചാടി കളിക്കുന്നുണ്ടോ, ആ ഒരു സാധനത്തിന് ബട്ടർഫ്ലൈ വാൾവ് എന്നാണ് പറയുന്നത്. ആ ഒരു സാധനം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ് ഷാവലിൻ എഞ്ചിനിൽ ഞാൻ കണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ വണ്ടി ന്യൂട്രലിനൊരു മാർക്കിംഗ് ഉണ്ട് താഴേക്ക്. നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈ വാൾവിനെ ഊരിയെടുക്കാം. ഇവിടെ ചെറിയൊരു സർക്ലിപ്പ് ഉണ്ട്. ഇതാണ് സാധനം. അതിനുശേഷം ഈ ഒരു ബട്ടർഫ്ലൈ വാൾവിനെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഊരിയെടുക്കാം. ഷാവലിൻ എഞ്ചിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഈ ഒരു ബട്ടർഫ്ലൈ വാൾവ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു പപ്പറ്റ് വാൾവ് അല്ലെങ്കിൽ പപ്പറ്റ് മെക്കാനിസം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ക്ലച്ചിൻ്റെ ഷാഫ്റ്റ് വർക്കാവുന്നതിനനുസരിച്ച് ഇത് വർക്കായിട്ട് ഗിയറിൻ്റെ ലോഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. ഇത് നമ്മുടെ
RX-100നും ഒക്കെ ഇതുപോലൊരു പുള്ളിയുണ്ട്, സ്പ്രിങ് ആക്ഷൻ വന്നിട്ട് ഗിയറിലൊരു ലോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പ്രൈമറി വീലിൻ്റെ മെയിൻ നട്ട് അഴിക്കാം, അതിനൊരു വാഷറുണ്ട്. ഇനി പ്രൈമറി വീല് ഇതുപോലെ ഊരിയെടുക്കാം, ഈസിയാണ്. ഇതിൻ്റെ പ്രൈമറി വീലിൻ്റെ ടീത്തിന് വ്യത്യാസങ്ങളുണ്ട്. ഷാവലിൻ്റെ ഗിയർ റേക്ക് അനുസരിച്ചുള്ള ഒരു വ്യത്യാസം പ്രൈമറി വീലിൻ്റെ ടീത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാർ പീസിനെ ഊരിയെടുക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇതിലാണ് 5 ഗിയർ വർക്കാവുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഗിയർ ഷാഫ്റ്റ് എല്ലാം വെടിയും തീയും പോലെ പെട്ടെന്ന് നമുക്ക് ഊരിയെടുക്കാം. ഗിയർ ഷാഫ്റ്റും ഊരി വന്നു. ഗിയർ ഷാഫ്റ്റിൻ്റെ മെല്ലിങ് പോയിരിക്കുകയാണ്. പുതിയ ഗിയർ ഷാഫ്റ്റ് ഫിറ്റ് ചെയ്യേണ്ടി വരും. ഇത് നമ്മുടെ ഗിയർ റീറ്റെയിനിങ് ലോക്കാണ്. ഒപ്പം തന്നെ ഇതിലാണ് നമ്മുടെ ആ സ്പ്രിങ് വരുന്നതും. നമുക്ക് ഇവിടെ ഒരു സ്പേസർ ഉണ്ട്. അറിയാമല്ലോ, സുസുക്കി വണ്ടികൾക്കെല്ലാം ക്രാങ്ക് സീൽ വരുന്നത് അകത്ത് സൈഡിലാണ്, അതുകൊണ്ടാണ് ക്രാങ്ക് സീൽ ഇല്ലാത്തത്. ഇനി നമുക്ക് നമ്മുടെ ലോക്ക് ഊരി മാറ്റാം. ഈ ഒരു ലോക്കിലാണ് ഗിയർ ഡ്രം എൻഗേജ് ആയിരിക്കുന്നത്. ഇനി മറന്നു വരുത് സ്പ്രോക്കറ്റ് ഊരാൻ. സ്പ്രോക്കറ്റ് ഊരിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ എൻജിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സ്പേസർ ഉണ്ട് സ്പ്രോക്കറ്റിനകത്ത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ ന്യൂട്രൽ സ്വിച്ചിൻ്റെ കവർ ഊരിയെടുക്കാം. ന്യൂട്രൽ സ്വിച്ച് കവറിൽ മെയിനായിട്ട് 3 സ്ക്രൂകളാണുള്ളത്. 3 സ്ക്രൂകൾ. സെൻറ്റർ സൈഡിൽ ഒരു ചെറിയൊരു ഒരു ന്യൂട്രൽ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ആ ഒരു സാധനം വന്ന് എർത്തിങ് ആകുമ്പോഴാണ് നമ്മുടെ ന്യൂട്രൽ ലൈറ്റ് കത്തുന്നത്. അപ്പോൾ നമ്മുടെ എൻജിനെ ഇനി സ്പ്ലിറ്റ് ചെയ്യാനുള്ള സമയമായി. സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങളുണ്ട് നമുക്ക് ഊരിയെടുക്കാൻ. അതാണ് നമ്മുടെ സ്ക്രൂ ഐറ്റംസ്. മൊത്തം 9 സ്ക്രൂകളാണുള്ളത്. ഓരോ സ്ക്രൂവും ഈസി ആയിട്ട് അഴിച്ചെടുക്കുക. ഓരോന്നിനെയും കറക്റ്റ് ഓറിയൻറ്റേഷനിൽ തന്നെ പറക്കി വയ്ക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. പല സ്ക്രൂവിനും പല ലെങ്ത്താണ്. ഇനി നമുക്ക് നമ്മുടെ ഡ്രെയിൻ ബോൾട്ടിനെ അഴിച്ചെടുക്കാം. ഡ്രെയിൻ ബോൾട്ടും അഴിച്ചെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് അടിക്കാം. കണ്ടോ, സ്പ്ലിറ്റ് അടിച്ചു. വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു റബ്ബർ മല്ലറ്റ് വെച്ച് അടിച്ചാൽ ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ കിക്കറിൻ്റെ റാച്ചറ്റ് മെക്കാനിസം. ഇതിനകത്ത് ഇങ്ങനെയല്ല കേട്ടോ. ആദ്യം ഒരു സ്പ്രിങ് വാഷർ വരും, കണ്ടില്ലേ? അതിൻ്റെ പിറകിൽ ഒരു പ്ലെയിൻ വാഷർ വരും. ഇനി ഇതിലേക്കാണ് നമ്മുടെ കിക്കർ ഷാഫ്റ്റ് പോകുന്നത്. ഇതാണ് നമ്മുടെ ത്രസ്റ്റ് ബിയറിങ്ങും വാഷറുകളും. ഇതിൽ മൊത്തം 2 എണ്ണേ ഉള്ളൂ, പക്ഷേ വരേണ്ടത് 4 എണ്ണമാണ്. നമുക്ക് നോക്കാം, എൻജിൻ അസംബ്ലി സമയത്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫ്രീ വീല്, കണ്ടില്ലേ? ഇനി ഇത് ഫുള്ള് ഗിയർ ബോക്സ് അസംബ്ലി. ഗിയർ ബോക്സിന് മെയിൻ ഷാഫ്റ്റ്, കൗണ്ടർ ഷാഫ്റ്റ്, ഗിയർ ഡ്രം, സെലക്ടറുകൾ. അപ്പോൾ ഇങ്ങനെ മൊത്തം 4ആയിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതാണ് നമ്മുടെ ഗിയർ ഡ്രം വിത്ത് സെലക്ടേഴ്സ്. മൊത്തം 3 സെലക്ടർ ഉണ്ട്. 3 സെലക്ടർ വരുന്ന ടൈപ്പാണ്. ഷോഗണ്ണാണെങ്കിൽ 2 സെലക്ടറേ വരുന്നുള്ളൂ. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് നമ്മുടെ സെക്കൻഡറി ഷാഫ്റ്റ്, പിന്നെ ഫ്രീ വീല്, പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ സ്പേസർ, പിന്നെ ഇത് നമ്മുടെ ഡ്രം. സെക്കൻഡറി ഷാഫ്റ്റിൽ 2 സെലക്ടറാണ് വരുന്നത്, ഒരു ഡ്രമ്മും വരും. ഇനി പ്രൈമറി ഷാഫ്റ്റ്. പ്രൈമറി ഷാഫ്റ്റിൽ ഒരു സെലക്ടർ സെപ്പറേറ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഷാവലിൻ 5 സ്പീഡിൻ്റെ പ്രത്യേകത. ഇത് നമ്മുടെ വേറെ സുസുക്കിയുടെ വണ്ടികളിലൊന്നുമില്ല. 5ാമത്തെ ഗിയർ ആഡ് ചെയ്തപ്പം അവർ കൊടുത്ത ഒരു പുതിയ ലെഗാണ് ഈ ഒരു സാധനം. കണ്ടില്ലേ, മൊത്തം 3 എണ്ണം ഇങ്ങനത്തെ ലെഗുകളാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ഡ്രം വരുന്നത്. ഒപ്പം തന്നെ ഈ ഒരു പിന്നിനകത്തേക്ക്, അത്രയും വാക്വം ഫിറ്റാണിത്, വാക്വം ഫിറ്റിനകത്തേക്ക് ഈ ഒരു സെലക്ടറും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് 5 സ്പീഡിൻ്റെ മെക്കാനിസം. ഇനി നമുക്ക് നമ്മുടെ കിക്കറിൻ്റെ ഈ ഒരു ഷാഫ്റ്റിനെയും കൂടെ ഇനി ഊരിയെടുക്കാം. ഒരു സ്പ്രിങ് ഉണ്ട്, ഒപ്പം ഒരു അലുമിനിയത്തിൻ്റെ സ്പേസർ. RX-100 ഇത് നൈലോണിൻ്റെതാണ് വരുന്നത്. ഇത് നമ്മുടെ സ്പ്രിങ്. ഇനി നമുക്ക് നമ്മുടെ ഷാഫ്റ്റിനെ തള്ളി ഊരിയെടുക്കാം കേട്ടോ. കുറച്ച് ടൈറ്റായിരുന്നു, കാരണം തുരുമ്പെടുത്തിട്ട് ഷാഫ്റ്റിൻ്റെ മില്ലിങ് ഫുള്ള് തുരുമ്പെടുത്ത് പോയി. നോക്കാം നമുക്കിതിനെ റീയൂസ് ചെയ്യാൻ പറ്റുമോ എന്ന്, അല്ലെങ്കിൽ പുതിയത് വാങ്ങേണ്ടി വരും. ഇതിൻ്റെ അസംബ്ലി എന്ന് പറയുന്നത് ഏറ്റവും പിറക സൈഡിലൊരു സ്പ്രിങ് വരുന്നുണ്ട്. സ്പ്രിങ് അല്ല, സ്പേസർ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഒരു പൗൾ കിറ്റ് ഉണ്ട്. ഇതിൻ്റെ റാച്ചറ്റ് മെക്കാനിസം വർക്കാവുന്നത് ഈ ഒരു പൗൾ കിറ്റ് വെച്ചിട്ടാണ്. ഒരു ചെറിയ പ്ലഞ്ചറും ഒരു സ്പ്രിങ്ങും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഒരു സ്പേസർ വരുന്നുണ്ട്, ഒപ്പം ഒരു സ്പ്രിങ് വാഷർ. ഇനി നമ്മുടെ കിക്കറിൻ്റെ ആ ഒരു മെയിൻ ഗിയർ ഇവിടെ വർക്കാവും. അതിനുശേഷം ഇത് റൊട്ടേറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു റാച്ചറ്റ് സൗണ്ട് ഉണ്ടാവും.
ഉണ്ടോ നമ്മുടെ സൈക്കിളൊക്കെ പെഡൽ തിരിച്ച് കറക്കുമ്പോൾ വരുന്ന സെയിം സൗണ്ട് തന്നെയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ക്രാങ്കിനെയും കൂടെ ഇനി ഉരുവെടുക്കാം. ഐക്കോണിക് ആയിട്ടുള്ള ക്രാങ്കാണ്. ടി വി എസ്സുകാർ വളരെയധികം R&D ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്തൊരു എൻജിനാണ് ഷാവലിൻ്റെത്. റയർ എൻജിനാണ്, പക്ഷേ ഷാവലിൻ്റെ എൻജിൻ ഇഷ്ടമുള്ളവർ വളരെ കുറവാണ്. ഷാവലിൻ്റെ എൻജിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ളതാണ് ഈ ഒരു ക്രാങ്ക്. ക്രാങ്കിൽ ഇതുപോലെ കട്ടിങ്സ് ഉണ്ട്. അമ്പിളിയമ്മാവൻ കട്ടിങ് എന്നാണ് ഞാൻ ഇതിനെ പറയുന്നത്. ഇത് വണ്ടിയുടെ വോളിമെട്രിക് എഫിഷ്യൻസി വളരെ കൂട്ടും, വണ്ടിയുടെ ടോർക്ക് വളരെയായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ ഒരു പോർട്ട് ജോമെട്രിയും എന്തുകൊണ്ടാണ് ഷാവലിൻ്റെ എൻജിൻ ഇത്ര പവർഫുൾ ആയതെന്നൊക്കെ അതിനെപ്പറ്റിയുള്ളൊരു സ്റ്റഡി വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രേ കണ്ടിട്ടുള്ളൂ ഈ ഒരു എൻജിന് ഫുള്ളായിട്ട് ഡിസ്മാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡീറ്റെയിൽസ് കാണാം.